ബീറ്റ്റൂട്ട് തോരൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ നല്ല ജീരകവും 3 പച്ചമുളകും 3-4 വെളുത്തുള്ളി അല്ലിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് ചെറുതായിട്ട് പൾസ് ചെയ്തെടുക്കണം. വല്ലാതെ അരിഞ്ഞു പോകരുത്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ 2 മീഡിയം സൈസിലുള്ള ബീറ്റ്റൂട്ട് ചോപ്പറിലിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മിയെടുത്ത ശേഷം 5 മിനിറ്റ് നേരം മൂടി മാറ്റി വെക്കണം. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. പാനിൽ ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് നമ്മൾ ആ ബീറ്റ്റൂട്ടിൻ്റെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം ആവി കയറ്റി വേവിച്ചെടുക്കണം കേട്ടോ. ഇനി മൂടി തുറന്ന് നന്നായിട്ട് ഇളക്കി അത് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം. ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് തോരൻ കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ.